എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയും ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചുള്ളത് തന്നെയാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഗാന്ധി ജയന്തി പോസ്റ്ററുകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഗാന്ധി ക്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു 2 പാർട്ടിലായിട്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ഗാന്ധിയുടെ വചനങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര പ്രസക്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഗാന്ധി ദിനത്തോടനുബന്ധിച്ച്, ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗാന്ധി വചനങ്ങൾ തന്നെ നമുക്ക് പോസ്റ്റേഴ്സായിട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് വരച്ചൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ജസ്റ്റ് ഗാന്ധി ജയന്തി ആണെന്ന് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്കിത് പിക്ചേഴ്സ് മാത്രമായിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ പിക്ചേഴ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഗാന്ധിയുടെ കോട്ട്സ് എഴുതിയിട്ട് അത് കൊണ്ടുപോകാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഗാന്ധിയോടനുബന്ധിച്ചുള്ള കുറേ വിവരങ്ങൾ തന്നെ നിങ്ങൾക്ക് പോസ്റ്റേഴ്സിലായിട്ട് ആഡ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക, ഗാന്ധി ജയന്തിയുടെ പരിപാടികൾക്കൊക്കെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റേഴ്സായിട്ട് നോക്കാം. ആദ്യത്തത് ഗാന്ധി ജയന്തി. കണ്ടല്ലോ, ദ ഗ്രേറ്റ് മാൻ ഓഫ് ഇന്ത്യ ഗാന്ധി. ആ ഗാന്ധി എങ്ങനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ആ കണ്ണാടിയൂടെയാണ് അല്ലേ. ഗാന്ധിയുടെ കണ്ണാടി ഭയങ്കര പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ പിക്ചേഴ്സ് നോക്കുമ്പോഴത്തേക്ക് ആ കണ്ണാടി വെച്ചിട്ടാണ് ഇവിടെ ഗാന്ധി എന്ന് എഴുതിയിരിക്കുന്നത്. സോ ഇവിടെ ഗാന്ധിയുടെ ഫിഗറും ഉണ്ട്, ഗാന്ധിയുടെ ഇമ്പോർട്ടൻസും പറയുന്നുണ്ട്. സോ ഈ പിക്ചർ ഭയങ്കര വാലിഡാണ് നമ്മുടെ ഈ ഗാന്ധി സെലിബ്രേഷന് വേണ്ടിയിട്ട്. സോ ഇതൊരു നല്ല പിക്ചറാണ്, നിങ്ങൾക്ക് പോസ്റ്റേഴ്സായിട്ട് കൊണ്ടുപോകാം. അടുത്ത എന്താണ്, ഹാപ്പി ഗാന്ധി ജയന്തി. സിമ്പിൾ പോസ്റ്ററാണ്, സിമ്പിൾ പിക്ചറാണ്. ഗാന്ധിയുടെ ലൈൻ സ്കെച്ചുകളൊക്കെ ഭയങ്കര ഫേമസ് ആണ്. നമ്മളിപ്പോൾ ഗൂഗിളിൽ ബ്രൗസ് ചെയ്താൽ തന്നെ നമുക്ക് കുറേ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ലൈൻ സ്കെച്ച് തരും. എന്താ, ഇത് വെറുതെ വരകൾ മാത്രം ഇട്ട് ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിൽ നമുക്ക് ബ്ലാക്ക് പെന്നിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് ചാർട്ടിൽ നമുക്കൊരു വൈറ്റ്നർ യൂസ് ചെയ്ത് വരച്ചാലും നല്ല ഭംഗിയായിരിക്കും, അല്ലെങ്കിൽ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് പോസ്റ്ററാണ്. ഇവിടെ എന്താണ്, October 2nd, സീ ദ ഗുഡ് ഇൻ പീപ്പിൾ ആൻഡ് ഹെൽപ്പ് ദം. മഹാത്മാഗാന്ധിയുടെ ഒരു വചനമാണ്, ആളുകളിലെ നല്ലത് കണ്ടവരെ സഹായിക്കുക. സീ ദ ഗുഡ് ഇൻ പീപ്പിൾ ആൻഡ് ഹെൽപ്പ് ദം. ഇവിടെ മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടുണ്ട്. October 2nd നമ്മൾ ഗാന്ധി ജയന്തി ആചരിക്കുന്നതെന്നുള്ള ഫാക്റ്റുണ്ട്. പിന്നെ ഗാന്ധിയുടെ കണ്ണാടിയും കാണിച്ചിട്ടുണ്ട്. സോ ഈ പിക്ചർ ഭയങ്കര മീനിങ്ഫുൾ ആണല്ലേ. നമുക്ക് ഈസി ആയിട്ട് ഇത് ഇൻ്റർപ്രറ്റ് ചെയ്ത് ഒരുപാട് ഡേറ്റ് നമുക്ക് കാണുന്ന ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. സോ ഇതൊരു നല്ല പോസ്റ്ററാണ്, നിങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന. അടുത്ത എന്താണ്, ഇവിടെയും ഗാന്ധിയുടെ ഒരു ലൈൻ സ്കെച്ചാണ്. ഇത് കുറച്ചും കൂടെ ഫുൾ ഫിഗർ വരുന്ന ഒരു ലൈൻ സ്കെച്ചാണ്. നിങ്ങൾക്കത് നേരത്തെ കാണിച്ച പോലെ ഒരു ഹാഫ് സെക്ഷൻ വരച്ചാലും മതി. യു മസ്റ്റ് ബി ദ ചേഞ്ച് യു വിഷ് ടു സീ ഇൻ ദ വേൾഡ്. നമ്മുടെ ലോകത്ത് എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് ആ ചേഞ്ച് ആദ്യം നമ്മളിൽ കൊണ്ടുവരാം. നമ്മൾ ആ ചേഞ്ച് വരുത്തിയതിന് ശേഷം മാത്രം നമ്മുടെ ലോകത്ത് നന്നാക്കാൻ പോവുക. ഇത് ഗാന്ധി പറഞ്ഞൊരു മഹത്വചനാണ്. സോ ഇവിടെ എന്താണ്, ഗാന്ധിയുണ്ട്, അദ്ദേഹത്തിൻ്റെ വചനമുണ്ട്. റിമെമ്പർ മോഹൻദാസ് ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ജന്മദിനവും എഴുതിയിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് കുറേ ഫാക്ട്സ് നമ്മൾ ഒരുമിച്ച് കാണുന്ന ആൾക്കാർക്ക് കൊടുക്കുകയാണ്. ഇവിടെ എന്താണ്, ദ മാൻ ബിഹൈൻഡ് ദ നേഷൻ. ഗാന്ധി എങ്ങനെയാണ് അറിയപ്പെടുന്നത്, ഫാദർ ഓഫ് നേഷൻ അല്ലേ. സോ ഫാദർ ഓഫ് നേഷൻ, ഗാന്ധിയുടെ നിഴലിൽ കൂടെ നമ്മൾ ഇന്ത്യനെയാണ് കാണുന്നത്. നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യമായതിന് ഗാന്ധിക്ക് ഒരു നല്ല പങ്കുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ്, ഗാന്ധിയുണ്ട്, ഇന്ത്യയുണ്ട്, ഗാന്ധിയുടെ വചനങ്ങൾ ഇവിടെ എഴുതാം, ഹാപ്പി ഗാന്ധി ജയന്തി എഴുതാം, എന്താണ് ഗാന്ധി ജയന്തി എന്ന് എഴുതാം. ഈ ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയുന്നവർക്ക് വരയ്ക്കാം, ഇല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് വയ്ക്കാം. ഭയങ്കര മീനിങ്ഫുൾ ആയിട്ടുള്ളൊരു ഫിഗർ തന്നെയാണിത്. അടുത്തെന്താണ്, ഇവിടെ ഗാന്ധിയുടെ കണ്ണാടിയാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് 2nd October ഗാന്ധി ജയന്തി എന്നുള്ള ഫാക്റ്റ് തന്നിട്ടുണ്ട്. ആൻഡ് ദർ ഇസ് നോ ഗോഡ് ഹയർ ദാൻ ട്രൂത്ത്. സത്യത്തെക്കാൾ വലിയ ദൈവമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതും ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കോട്ട് തന്നെ എഴുതണമെന്നില്ല, വേറെ ഏത് കോട്ട് വേണമെങ്കിലും എഴുതാം. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും കോട്ട്സ് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോ റെഫർ ചെയ്യാം കേട്ടോ. ഇത് ഒരു സിമ്പിളാണ്. ഇവിടുത്തെ നമ്മുടെ എന്താണ്, ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഒരു ഇമേജ് ഉണ്ട്, ഹാപ്പി ഗാന്ധി ജയന്തി എന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫിഗറുണ്ട്. ഇതൊരു സിമ്പിൾ ലൈൻ സ്കെച്ചാണ്. അതിൽ ഫ്ലാഗിൻ്റെ ഒരു ഷെയ്ഡൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ഇത് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇവിടെ എന്താണ്, ഭയങ്കരമായിട്ടും മീനിങ് തരുന്ന അല്ലെങ്കിൽ ഭയങ്കര അർത്ഥവത്തായൊരു ഫിഗറാണ് ഗാന്ധിയുടെ. ഒരു സിമ്പിൾ ലൈൻ സ്കെച്ച് ഉണ്ട്. സെലിബ്രേറ്റിംഗ് ദ മാൻ ഹൂ ബ്രോട്ട് ദിസ് നേഷൻ ഇറ്റ്സ് പ്രൈസ്ലെസ് ഫ്രീഡം. നമുക്ക് ഫ്രീഡം വാങ്ങിത്തന്ന ആളുടെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാമെന്നുള്ളൊരു സെൻറ്റൻസ് ഉണ്ട്. ആൻഡ് ഗാന്ധിയുടെ ആ ഫിഗറിൻ്റെ നടുക്ക് കണ്ടോ, കൂട്ടിന്ന് പറന്നു പോയൊരു കിളിയെ കാണാം അല്ലേ. നമ്മൾ കൂട്ടിലടച്ചിട്ട പോലെ ആയിരുന്നു, നമ്മുടെ അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ കുറേ അധികം കാലം. ആ ഒരു കാലത്തിന് അവസാനം വന്നത് ഗാന്ധിയും പോലുള്ള ഒരുപാട് ആൾക്കാരുടെ പ്രയത്നത്തിനൊടുവിലാണ്. സോ ഗാന്ധിയെ പോലുള്ള ആൾക്കാർ നമുക്ക് വേണ്ടിയിട്ട് അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ എങ്ങനെ ജീവിക്കുന്നോ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചതെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്.
ഓക്കെ, അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്ന ആ മനുഷ്യൻ്റെ ആ വലിയ ദിനം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. സോ ഗാന്ധിയുടെ കൂട്ടിൽ നിന്ന് നമ്മൾ ഒരു കിളി പറന്നു പോവാണ്, അത് ഇന്ത്യനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇതും ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു വണ്ടർഫുൾ പോസ്റ്ററാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോയാൽ തന്നെ നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളുടെ ടീച്ചർ ചിലപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു നല്ല ഫീൽ കിട്ടും. അതായത് നമ്മൾ അത്രയും മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കുട്ടികൾക്ക് ബാക്കിയുള്ള നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള നല്ലൊരു സിമ്പിൾ ബട്ട് വെരി പവർഫുൾ വെരി പവർഫുൾ പോസ്റ്ററാണ്. ഇവിടെ എന്താണ്, ഇവിടെ ഒരു പെന്നിൻ്റെ നിബ്ബാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ക് പെന്നിൻ്റെ നിബ്ബൊക്കെ ഇല്ലേ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സിംപ്ലി ഗാന്ധിയുണ്ട്. ഇവിടെയും ഇത് സിമ്പിളായിട്ടുള്ളൊരു സ്കെച്ചാണ്, പക്ഷെ വരയ്ക്കാൻ ഇച്ചിരി പാടായിരിക്കും തോന്നുന്നു. വരയ്ക്കാൻ അറിയുന്നവർക്ക് ഇത് വരയ്ക്കാം, അല്ലെങ്കിൽ ലൈൻ സ്കെച്ച് തന്നെ മതിയാവും. ഞാൻ ഗാന്ധി ജയന്തിന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോട്ട്സ് ആഡ് ചെയ്യാം, അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഫാക്ട്സ് ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ആൻഡ് ഇതും സിമ്പിൾ ഹാപ്പി ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ട്. അദ്ദേഹത്തിന് കണ്ണാടി ഉണ്ട്. കണ്ണാടി വരച്ചാൽ തന്നെ ഈ ഒരു വട്ടം, ഒരു സർക്കുലർ ഫ്രെയിം വരുന്ന ഈ കണ്ണാടി വരച്ചാൽ തന്നെ ഗാന്ധിയുടെ അത് നമുക്ക് മനസ്സിലാവും അല്ലേ. സോ ഇവിടെ വലിയ പ്രയാസം വരുന്നില്ല നമുക്ക് ഗാന്ധിനെ പറ്റി ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയും ഗാന്ധിയുടെ ഒരു ലൈൻ സ്കെച്ച് ഉണ്ട്, ഹാപ്പി ഗാന്ധി ജയന്തി. നിങ്ങൾക്ക് ഈ ഹാപ്പി ഗാന്ധി ജയന്തി എന്ന് പറയുന്ന പോർഷൻ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം. എങ്ങനെ, ഗാന്ധിയുടെ കോട്ട്സ് ഉപയോഗിച്ചിട്ട് റീപ്ലേസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഗാന്ധിയുടെ ലൈഫിലുള്ള പ്രധാനപ്പെട്ട ഈവൻറ്റ്സ് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഗാന്ധിയെ പറ്റിയുള്ള കുറേ ഫാക്ട്സ്, അദ്ദേഹത്തിൻ്റെ ജനനം, മരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാരൻസിൻ്റെ പേരെന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ വൈഫ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള കുറച്ച് ഫാക്ട്സ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പോസ്റ്റേഴ്സ് ഫില്ല് ചെയ്യാം. ഇവിടെയും സെയിം ഗാന്ധിയുടെ ഒരു ലൈൻ സ്കെച്ച്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണ്, ഇവിടെ ഒരു ഫ്ലാഗിൻ്റെ ഔട്ട്ലൈൻ വരുന്നുണ്ട്. അതായത് ഫ്ലാഗിൻ്റെ കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വിഷ് യു ഹാപ്പി ഗാന്ധി ജയന്തി എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു ക്യാൻ റീപ്ലേസ് ഇറ്റ് വിത്ത് കോഡ്സ്. അടുത്തൊരു സിമ്പിൾ ലൈൻ സ്കെച്ചാണ് അല്ലേ. യു മസ്റ്റ് ബി ദ ചേഞ്ച് യു വോണ്ട് ടു സീ ഇൻ ദ വേൾഡ്. നമ്മൾ നേരത്തെ കണ്ട അതേ കോട്ട്. ഇത് ഭയങ്കര ഫേമസ് കോട്ടാണ്. ഇത് കൂടാതെ ഉള്ള ഫേമസ് കോട്ടാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറയുന്ന വേറൊരു കോട്ട്. ഇതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കോട്ട്സാണ്. നിങ്ങൾക്ക് അല്ലാതെ കൂടുതൽ കോട്ട്സിന് നമ്മുടെ വീഡിയോ റെഫർ ചെയ്യാൻ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ഒരു പോസ്റ്റ്. ഇവിടെ കുറച്ച് കാർട്ടൂണിസ്റ്റിക് ആയിട്ടുള്ളൊരു നല്ലൊരു പോസ്റ്ററാണ് അല്ലേ. ഭയങ്കര അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നത്. ഹാപ്പി ഗാന്ധി ജയന്തി 2 ഒക്ടോബർ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് മാറ്റാം. ആൻഡ് സൈഡിൽ ബലൂൺസ്, ഫ്ലാഗ് ആൻഡ് അതർ ഡെക്കറേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്യൂട്ട് ഗാന്ധിജിയുടെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വരയ്ക്കാൻ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വരയ്ക്കാൻ അറിയുന്നവർക്ക് വരയ്ക്കാൻ ശ്രമിക്കാൻ ഇഷ്ടമുള്ളവർക്കും വരയ്ക്കാം. അല്ലെങ്കിൽ ഒന്നുകിൽ വരയ്ക്കാം, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്കിത് സ്കൂളിൽ പോസ്റ്റേഴ്സായിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ഭംഗിയായിരിക്കും, നല്ല ക്യൂട്ടായിട്ട് തോന്നും. ആൻഡ് ഇവിടെ ഇതൊരു ഹാൻഡ് മെയ്ഡാണ്. ഹാപ്പി ഗാന്ധി ജയന്തി കണ്ണാടി. സിമ്പിളായിട്ടൊരു ലൈൻ സ്കെച്ച്. നമുക്ക് ഇത്രയും സിമ്പിളായിട്ടും ഗാന്ധി ജയന്തി പോസ്റ്റേഴ്സ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡെക്കറേറ്റീവായിട്ട് നേരത്തെ കാണിച്ച പോലെ ഇതുപോലെയൊക്കെ കൊണ്ടുപോകാം. ഇവിടെ ഗാന്ധിയുടെ ഒരു ഫേസ് വരുന്ന ലൈൻ സ്കെച്ചാണ് അല്ലേ. ഇത് നിങ്ങൾക്ക് വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ വരച്ച് നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാം. ഇവിടെ ഗാന്ധിയുടെ ഫിഗർ വരച്ചിട്ടുണ്ട്. അതിൽ ഫ്ലാഗിൻ്റെ ഷെയ്ഡ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഗാന്ധി ജയന്തി 2 ഒക്ടോബറിനും തന്നിട്ടുണ്ട്. സിമ്പിളാണ്, പക്ഷേ കുറച്ചും കൂടെ എഫേർട്ടുള്ള ഒരു പോസ്റ്ററാണ്. ഇവിടെ ഗാന്ധിയുടെ ബാക്ക് ഔട്ട്ലൈനാണ് തന്നിട്ടുള്ളത്. ഗാന്ധിയുടെ ഒരു കോട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇത്രയും പോസ്റ്റേഴ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് പോസ്റ്റേഴ്സ് ബ്രൗസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പിക്ചേഴ്സ് ഒന്നും വേണ്ട, വെറുതെ ഗാന്ധിയുടെ വചനങ്ങൾ എഴുതാം, അല്ലെങ്കിൽ ഗാന്ധിയുടെ ലൈഫ് ഇവൻറ്റ്സ് കാണിക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയോ, പത്രത്തിലൊക്കെ വരുന്ന കട്ടിങ്സ് ഇല്ലേ, പത്രത്തിൽ വരുന്ന ഗാന്ധിയുടെ സിഗ്നേച്ചറിൻ്റെ കട്ടിങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലിയ ഫോട്ടോ ഉണ്ടാവും. അതൊക്കെ കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. അല്ലെങ്കിൽ പത്രത്തിൽ വരുന്നത് എടുക്കണമെന്ന് ഇഷ്ടമല്ലാത്തവർക്ക് ബ്രൗസ് ചെയ്ത് കടയിൽ കൊണ്ടുപോയി പ്രിൻറ്റ് ചെയ്തെടുക്കാം. പത്രത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രിൻറ്റിങ്ങിൻ്റെ ആ ഒരു കാശ് വരുന്നില്ലല്ലോ. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ കൊണ്ടുപോകാമല്ലോ. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവരും പോസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കി ക്വിസിനൊക്കെ പങ്കെടുത്ത് പല ലെവൽസിലൊക്കെ കോമ്പറ്റീഷനൊക്കെ പോവുക. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചുള്ള മറ്റു വീഡിയോ ആയിട്ട് പിന്നീട് ഒരു ദിവസം കാണാം. ഓക്കെ, ബൈ ഗൈസ്.